6 പേർക്ക് ഇന്ന് HMPV രോഗബാധ സ്ഥിരീകരിച്ചു. കർണാടക, ഗുജറാത്ത്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആർക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ലാത്തതിനാൽ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയിലാണ് ആരോഗ്യവകുപ്പ്. ബംഗളൂരുവിൽ 8ഉം 3ഉം മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വടക്കൻ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 8 മാസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ട്. ഇതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 3 മാസം പ്രായമായ പെൺകുഞ്ഞിനെ രോഗമുക്തി നേടി ഇതിനോടകം ഡിസ്ചാർജ് ചെയ്തതായും കർണാടക സർക്കാർ അറിയിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ചികിത്സയിലുള്ള കുട്ടി രാജസ്ഥാൻ സ്വദേശിയാണ്. ഡിസംബർ 26 നടത്തിയ പരിശോധനയിലാണ് ഫലം പോസിറ്റീവായത്. തമിഴ്നാട്ടിൽ തേനംപെട്ടെ, ഗിണ്ടി എന്നിവിടങ്ങളിലെ കുട്ടികളാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. കൊൽക്കത്തയിൽ മുംബൈയിൽ നിന്നെത്തിയ 5 മാസം പ്രായമുള്ള കുഞ്ഞിലും രോഗം സ്ഥിരീകരിച്ചു. പരിശോധിച്ചതെല്ലാം സ്വകാര്യ ലാബുകളിൽ. ആർക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ലാത്തതിനാൽ വൈറസ് ചൈനീസ് വേരിയന്റ് ആണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. കൂടുതൽ പരിശോധനകൾക്കായി സാമ്പിളുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിട്ടുമുണ്ട്. The child that has got affected, has got no travel history, and they're all local people. They're not coming from China or Malaysia or some other country. So I do not think there's any connection to that. രോഗം സ്ഥിരീകരിച്ചതോടെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിമാനത്താവളങ്ങളിൽ സ്ക്രീനിംഗ് ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ആലോചനയിലുണ്ട്. ഇൻഫ്ലുവൻസ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ സ്ഥിരീകരിച്ചാൽ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശമുണ്ട്. സംശയം തോന്നുന്ന കേസുകൾ ഐസൊലേറ്റ് ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇൻഫ്ലുവൻസ, മറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ പെട്ടെന്നുള്ള വർധനവില്ലാത്തതുകൊണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. തിരക്കുള്ള ഇടങ്ങളിൽ മാസ്ക് ധരിക്കാനും രോഗബാധിതർ പൊതു ഇടങ്ങൾ ഒഴിവാക്കാനും കർണാടക സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര സർക്കാരുകൾ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു, ഡൽഹി.